ഹായ് ഗൈസ്, അപ്പോൾ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ഞാൻ വോട്ട് ഡേക്ക് വേണ്ടി എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഞാൻ എടുത്തു വന്ന സമയത്ത് ഇത് വോട്ട് ഡേക്കുള്ളത് ഇല്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഡേ ഇൻ മൈ ലൈഫായിട്ട് കൺവേർട്ട് ചെയ്താണ്. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ തന്നെ കഴിക്കാനായിട്ട് ചൂട് പുട്ടും പപ്പടവും പയറും ആയിരുന്നു കേട്ടോ. കൂടെ ചായ ഉണ്ടായിരുന്നേ. ഉച്ചയ്ക്ക് ചോറും പപ്പടവും ക്യാരറ്റ് തോരനും മീൻകറിയും പച്ചടിയും കൂട്ടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് വന്നിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എങ്ങോട്ടാണ് പോയതെന്നല്ലാതെ ഞാൻ കുരിശുമലയ്ക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ കുരിശുമല തീർത്ഥാടനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 15-ാം തീയതി തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ പോയത്, അതായത് ഞായറാഴ്ച തന്നെ പോയത് കൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അത്യാവശ്യം തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ പോകുന്നവർ പെട്ടെന്ന് തന്നെ പോയി കണ്ടോളൂ കേട്ടോ. ഏകദേശം 1.5 ആഴ്ചയോളം ഉണ്ടാകത്തുള്ളൂ. 14 കുരിശോളം ഉണ്ട്. നമ്മൾ കുരിശുമല തീർത്ഥാടനത്തിൽ പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. അപ്പോൾ 14 കുരിശ് നമ്മൾ കയറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുകളിലുള്ള കുരിശ് കാണാൻ പറ്റത്തുള്ളൂ. ഭയങ്കര വ്യൂസ് ആട്ടോ. ഞങ്ങൾ ഏകദേശം 5 മണിക്കൂർ എടുത്താണ് കയറിയും ഇറങ്ങിയും തീർത്തത്. അത്രത്തോളം ടയേർഡായിട്ടുണ്ടായിരുന്നു. കാലുവേദന ഉണ്ടായിരുന്നു, ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്കൊക്കെ വെള്ളം കുടിച്ചാട്ടോ പോയത്. കാരണം അത്രയ്ക്ക് നമ്മൾ ടയേർഡായി പോകും കയറി കഴിയുമ്പോൾ. താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി വ്യൂ ആട്ടോ. അവിടെ ചെറിയൊരു കുരിശടി ഉണ്ട്, കയറി നമുക്ക് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അതുമാത്രമല്ല ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ തിരക്ക് കുറവാണ്, കാരണം ഫസ്റ്റ് ഡേയുടെ തിരക്ക് കുറവാണ്. വരും ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഏകദേശം 1.5 കിലോമീറ്ററോളം കടകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ 4-ാമത്തെ വട്ടമാണ് കുരിശുമല കയറുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് കയറിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.